അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുട്ട ആയിഷ റളിയല്ലാഹു അൻഹ വർന്നാണ് ചെല്ലു നബിയെ നിങ്ങ ഖബർ ചെല്ലെ ഭയാനകമായ ആ വീടിനെ സംബന്ധിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളുടെ നിങ്ങൾ ചെന്ന് തന്നിരാ. ഖബർ അസാബും ആ ഖബറിൽ മുൻകർ നക്കീറിൻ്റെ ആ വരവും അവിടുത്തെ അട്ടഹാസവും ബൊബ്ബയും അങ്ങനെ പെരുമാറ്റവും അതെല്ലാം നക്ക് കേട്ടാൽ പിന്നെ നക്ക് ലൈസ യംഫൗനി ഷയ്യുൻ നക്ക് ദുനിയാവിലൊന്നും ബാനുണ്ടായിട്ടുണ്ട്. തിൻ്റെതൊന്നും തലയ്ക്ക് പിടിക്കാത്തൊരവസ്ഥയായിട്ടേക്കിടും. എന്തും ദുനിയാവിൽ ഇൻട്രസ്റ്റ് ഇല്ലാണ്ടായിട്ട്. കാരണം ഒന്നാൾ പോയിട്ട് ഖബറിൽ കിടക്കണമല്ലേ, ആ ഖബറിൽ വല്ലാത്ത അദാബുണ്ടല്ലേ. ചെന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ചെല്ലു. അപ്പോൾ ഖബറും അവ്വലുൽ മൻസിലി മിൻ മനാസിലിൽ ആഖിറ, മനുഷ്യരെ ആഖിറത്തെ പ്രയാണത്തിൽ ആ പരലോകത്തെ പ്രയാണത്തെ ഫസ്റ്റ് സ്റ്റേഷനായിട്ട് ഖബർ ചെല്ലത്. ആ ഖബർ വഹ്ശത്തിലെ വീട്, വഹ്ശത്ത് എന്നെങ്കിൽ ഏകാന്തമായിട്ട് ജീവിക്കുള്ളതായ ഒരു ജീവിതമായിട്ട്. മനുഷ്യ ദുനിയാവിൽ അവൻ ഒർത്തായിട്ട് ജീവിക്കും ഇഷ്ടപ്പെടില്ല, സമൂഹത്തിൽ നടന്നു ജീവിക്കും അവൻ ഇഷ്ടപ്പെടില്ല. അവൻ്റെ പെഞ്ഞായി മക്ക, അവൻ്റെ ഇലമൂത്ത്, ഇങ്ങനെ മനുഷ്യന്മാരുടെ ഇടയിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടില്ല. പിന്നെ ആഖിറത്തിൽ പോയെങ്കിൽ അവിടെയും മനുഷ്യന്മാർ മഹ്ശറിൽ എല്ലാം ഒരുമിച്ച് കൂടെ ഉണ്ട്. നരകത്ത് പോയെങ്കിൽ അവിടെയും ആളുണ്ട്. എങ്കിൽ ഏകാന്തമായിട്ട് കുറേ കാലം ജീവിക്കുള്ളതായ ഒരു ഭവനായിട്ട് അഥവാ ഒരു സ്റ്റേഷനായിട്ട് ഖബർ ഒരക. അപ്പോൾ ദാറുൽ വഹ്ശ, ഏകാന്ത ജീവിക്കുമായിട്ടുള്ളതായ കുറേ കാലം ജീവിക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഭയാനകമായ വീടായിട്ട് ഖബർ ചെല്ലത്. ആ ഖബർ അദാബിടെ കേട്ടപ്പോൾ, അവിടെയുള്ള ഭയാനകത്തെ കേട്ടപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹക്ക് ദുനിയാവിൽ ജീവിച്ച പോലെ ആയിട്ടില്ല. അപ്പോൾ അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിഹാരം കേട്ടപ്പോൾ അവിടെ നിന്ന് ചെന്നു, ആയിഷ ഞാൻ ചെന്ന ഈ അദാബ് ഖബറിലെ അദാബെല്ലാം അത് ദുനിയാവിൽ അള്ളാഹുടെ കൊണ്ട് വിശ്വസിച്ചിട്ട് ഈമാൻ ഉൾക്കൊണ്ടിട്ട് ഇസ്ലാമ്യത്തിനായിട്ട് ജീവിച്ച ആൾമാർക്കല്ല, മരിച്ചിട്ട് ദുനിയാവുടെ മേൽ ദർപ്പ കാണിച്ചിട്ട് അഹങ്കരിച്ചിട്ട് അള്ളാഹുടെ മേൽ സംശയിച്ചിട്ട് ഇസ്ലാമ്യത്തിലായിട്ട് ജീവിക്കാത്ത ആൾമാർക്കായിട്ട് അല്ല ശിക്ഷയും. വാസ്തവത്തിൽ ഖബറിൽ മുൻകർ നക്കീർ ഭയാനകമായിട്ട് പെരുമാറുന്നത് അത് ഒരിക്കലും മുഅ്മിനായ മനുഷ്യരട്ടുള്ള പെരുമാറ്റം വളരെ മയത്തോടായിട്ട് കൽ ഇസ്മുദി ഫിൽ ഐനി, കണ്ണിൽ സുർമയിട്ട ചെന്നെങ്കിൽ എന്തെങ്കിലും അതിലൊരു ശബ്ദമോ അല്ലെങ്കിൽ എന്തെങ്കിലും കേൾക്കില്ലല്ലേ, വളരെ മയത്തോടുള്ള കണ്ണുകൾ സുർമയിട്ടേ. ഇതുപോലെ ഞങ്ങളുടെ വളരെ മയത്തോട് കൂടെ ആയിട്ടേക്കത്, നല്ല റെസ്പെക്റ്റോട് കൂടെ ആയിട്ടേക്കത് ഞങ്ങളെ മുൻകർ നക്കി ഞങ്ങളുടെ പെരുമാറുന്നത് മുഅ്മിനായ മനുഷ്യരിട്ടാണ്. അതുപോലെ ഖബർ ചെന്നെങ്കിൽ കൽ ഉമ്മി ഷഫീഖ, നല്ല വാത്സല്യമുള്ള ഉമ്മയുടെ പോലെ ആയിട്ടേക്കത് മുഅ്മിനായ മനുഷ്യരുടെ പെരുമാറുന്നത്. മഹാന്മാർ ചെല്ലാറ് ഒരു ഖബറും അതുപോലെ മനുഷ്യർക്കും ഉള്ളതായ ബന്ധം അത് ഉമ്മയുടെയും ഒരു മോൻ്റെ അഥവാ കിടാവുടെയും ഉള്ള ബന്ധം പോലെ ആയിട്ടിരിക്കും. ഉമ്മയുടെ ഭയത്തിൽ കിടാവുടെ ഒലിമ്പത്തിങ്ങൽ പുറത്ത് നടന്നിട്ടും പെത്തൽ പലപ്പോഴും ആ കിടാവ് ദൂരായാൽ ആ കിടാവ് തിരിച്ചു കിട്ടിയപ്പോൾ ആ ഉമ്മ എന്തൊരു കൊസിയായിട്ടിക്കട്. അതുപോലെ ഖബർ ചെല്ലത് ചെന്നെങ്കിൽ മനുഷ്യരെ സൃഷ്ടിച്ചിരുന്നത് മണ്ണിലായിട്ടിക്കട്. ആ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടതായ മനുഷ്യ ദുനിയാവിൽ കുറേ നാൾ മനുഷ്യനായിട്ട് ജീവിച്ചല്ലേ. അപ്പോൾ തിരിച്ചിട്ട് മണ്ണിലേക്ക് മടങ്ങുന്നുണ്ട്. അപ്പോൾ ആ മടങ്ങടെ ആ ഒരു സന്ദർഭത്തിൽ ഖബർ വല്ലാത്തൊരു സ്നേഹമായിട്ടിക്കട്, പിരിസായിട്ടിക്കട്. തിരിച്ചിട്ട് കിടാവ് കിട്ടിയ പോലത്തെ പിരിസ. ആ പിരിസത്തെ കാരണം കൊണ്ട് ഖബർ
അണക്കി പിടിക്കല്, ഞങ്ങളെ അരകി പിടിക്കുക കൊണ്ടുപോകും. ഇന്നലിൽ ഖബരി ലഗത്തൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ല്, ഖബറു ഞങ്ങൾ തിരിച്ചു പോയപ്പോൾ ഞങ്ങളെ ഒന്ന് അണക്കി പിടിക്കുക കൊണ്ട് ഖബറു. ആ പിടിക്കുന്നത് രണ്ട് നിലക്കായിരിക്കും. ഒന്ന് പിർസത്തെ പിടി, ഒരു ഉമ്മ കുഞ്ഞിനെ എങ്ങനെ അരകി പിടിക്കുക, അതുപോലത്തെ പിർസ. അപ്പോൾ നമുക്ക് എന്തോ ആവല്ലേ, നമുക്ക് കൊസി അവിടെ ഉള്ളതാണ്ട്. അതേ സന്ദർഭത്തിൽ ഈ മണ്ണിടെ മേൽ ദർപ്പത്തോടു കൂടെ അഹങ്കാരത്തോടു കൂടെ പിന്നെ ഫസാദ് ഉണ്ടാക്കി നടന്നതായ ആൾമാർ, നാശമുണ്ടാക്കി നടന്ന ആൾമാർ, ധിക്കാരികളായിട്ട് അള്ളാഹുവിനെ ധിക്കരിച്ച് നടന്നതായ മനുഷ്യന്മാർ, വലിയ അഹംഭാവികളായിട്ട് നടന്ന മനുഷ്യന്മാർ, അങ്ങനെ ഖബറിലേക്ക് മടക്കപ്പെട്ടപ്പോൾ അങ്ങനെ ഒന്ന് അരകി പിടിക്കലുണ്ട്. ആ അരകി പിടിക്കൽ വല്ലാത്തൊരു അരകി പിടിക്കലായിട്ട് അതിശക്തമായ നൊമ്പല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ല്, മനുഷ്യരെ ഭാരയല്ല പരസ്പരം കൂടുന്നതായ ഒരവസ്ഥ ഉണ്ടാവുന്നു. ഭാരയല്ല പരസ്പരം കോർത്തു പോകുന്നു. അത്രയും ശക്തമായ പിടി. ദുനിയാവിൽ നിൻ്റെ മേലിൽ നീ അഹങ്കരിച്ച് നടന്നല്ലേ, ധിക്കരിച്ച് നടന്നല്ലേ. ദുനിയാവിടെ മേലെ അഹങ്കരിച്ച് നടക്കുമ്പോഴെല്ലാം ഖബർ ചെന്നുകൊണ്ടിരിക്കില്ല, ബാ മോനെ നീ ബാ, നീ അവർക്ക് കിട്ട് നക്കുന്നുണ്ട്. അപ്പോൾ ദുനിയാവിൽ ഞങ്ങൾ നല്ല വിനയത്തോടു കൂടെ അഹങ്കാരമില്ലാണ്ട് നല്ല എല്ലാ മനുഷ്യന്മാരും നല്ല കൂടി ജീവിക്കുക ഞങ്ങൾ പ്രയത്നമാക്കും. പ്രത്യേകിച്ചും ഇസ്ലാമിയത്തെ ശരീഅത്തിലെ ലംഘിക്കട ഒരവസ്ഥ ഉണ്ടാവുക തീര. അങ്ങനെല്ലാം ഞങ്ങൾ ധിക്കരിച്ച് നടന്നെങ്കിൽ ഒരു നാൾ ഖബറിലേക്ക് ഞങ്ങൾ മടങ്ങുകൊണ്ടു. അപ്പോൾ ഖബർ ഞങ്ങളെ പിടിച്ചിട്ട് ഞങ്ങളെ അരകി പിടിക്കലുണ്ട്. അത് വല്ലാത്ത ദ്വേഷത്തോടെ അരകി പിടിക്കലായിട്ട് കിട്ടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലില്ല, ലഗ്തത്തി സ്വഖറത്തി അലൽ ബൈളാണ്ട്. ഒരു മുട്ടയുടെ മേലെ ഒരു ബണ്ട കല്ലിട്ടെങ്കിൽ ഇതുപോലെ ചട്ടവിടും, അതുപോലെ ആയിട്ടിരിക്കും മനുഷ്യരുടെ അവസ്ഥ. ഖബറിൽ കുടുങ്ങിയിട്ട് ഇടുക്കമായിട്ട് ആ മുട്ട ബണ്ടക്കല്ല് പിന്നെ ഇടയിൽ കുടുങ്ങിയിട്ടായിട്ട് അപ്പച്ചാവില്ല, അതുപോലെ ആയിരിക്കും മനുഷ്യരുടെ അവസ്ഥ. ഖബറിൽ നിന്ന് രക്ഷപ്പെടുവൂ, ആ ഖബറിൻ്റെ ഏകാന്തത്തിൽ നിന്ന് രക്ഷപ്പെടുവൂ. അബൂ ദർദാ റളിയല്ലാഹു അൻഹു ഉപദേശത്തിൽ കണ്ട് അള്ളാഹിൻ്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുക, വസല്ലി റകഅത്തൈനി ഫീ ളുൽമത്തിൽ ലൈലി ലിവഹ്ശത്തിൽ ഖബ്രി. ഖബറിൽ ചെന്ന് വർണ്ണാത്ത ജന്നാത്ത ജീവിതമല്ലേ, എത്രമാ വർഷം പോയിട്ട് അവിടെ നമുക്ക് ജീവിക്കൊണ്ടു. നേരെ മുൻഗാമിക എത്രമാ 1000 വർഷം ഇത് ആ ഖബറിൽ ജീവിച്ചുകൊണ്ടുള്ളവർ, എത്ര വർഷം. ദുനിയാവിടെ ഈ 60 വർഷത്താണ്ട് എത്രമാ ഡബിൾ ട്രിബിളായിട്ട് നമുക്ക് ഖബറിൽ പോയിട്ട് ജീവിക്കൊണ്ടല്ല നമുക്ക്. എങ്കിൽ ആ ഖബറിൽ നമുക്ക് ടൈം പാസ് നമുക്ക് ഏറ്റവും നല്ല ഒരു ഇബാദത്ത് അത് ജാവ് ഗണിച്ചിട്ട് തഹജ്ജുദ് നിസ്കരിക്കുന്നതായിരിക്കും. ജനറക്കാത്ത തഹജ്ജുദ് നിസ്കാരം ഡെയിലി നിസ്കരിക്കുന്ന ആൾക്ക് നാളെ ഖബറിൽ പോയിട്ട് ബോറാവല്ലാണ്ട് അവർക്ക് ടൈം പാസ്, അവനക്ക് വേനായ എൻ്റർടൈൻമെൻറ്റ് അവൻ്റെ പിന്നെ ആ തഹജ്ജുദ് നിസ്കാരം കൊടുക്കുന്നുണ്ട്. അതേ സന്ദർഭത്തിൽ ഖബറിൽ ഭയാനകമായ ശിക്ഷ കാരണം അവിടെ ചില കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്നു. അത് ഒന്ന് മൂത്ര വീത്തിട്ട് കറക്റ്റ് ശുദ്ധിയാക്കാത്ത ആൾമാർ അങ്ക് ഭയാനകമായ ശിക്ഷയുണ്ട്. പിന്നൊന്ന് ചാടി ചെല്ല് നടക്കുക, ഒത്തര വിഷയം ഇന്നത്തവും ചാടി ചെല്ല് എന്നിട്ട് അങ്ങനെ കിട്ടുപാട്ടിയിട്ടതായ സ്വഭാവം ചില ആൾമാർക്കുണ്ട്. അങ്കും ഖബറിൽ ഭയാനകമായ ശിക്ഷയുണ്ട്. അതുപോലെ അൽലഹഖു ഫിൽ മസ്ജിദി ളുൽമത്തും ഫിൽ ഖബരി. പള്ളിയിൽ അനാദരവ് കാണിക്കരെ, പള്ളിക്ക് അഗൗരവ കാണിക്കരെ, പള്ളിയിൽ പോയിട്ട് അട്ടാസിച്ചിരിക്കരെ, പള്ളിയിൽ ബൊബ്ബടിക്കരെ, ഇതെല്ലാം ഖബർ ശിക്ഷയെ കാരണമാവും. ചില ആൾമാർ പള്ളിക്ക് വന്നിട്ട് പിന്നെ പള്ളിക്ക് ഒരു ഗൗരവം കൊടുക്കില്ല, അള്ളാഹുടെ വീട് ചെല്ലൊരു ആ ഒരു ബോധമില്ലാണ്ട് പള്ളി ഉൾക ചിരിച്ചോണ്ടിരിക്കരെ, പള്ളിയിൽ ബൊബ്ബടിക്കരെ, ഫാനിടൂ, AC ഇടൂ, ഇങ്ങനെയെല്ലാം ബൊബ്ബടിച്ചിട്ട് ചെല്ലെ. എന്തെങ്കിലും ഒരു ശരി വിഷയത്തെ വലിയാക്കടെ, പള്ളിയിൽ ബൊബ്ബടിക്കടെ. പള്ളിയിൽ ബൊബ്ബടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ വലിയ ഷാപ്പായി പോയിത്തത്. അത് ഖബറിൽ അതിലെ പിന്നെ ശിക്ഷ അനുഭവിക്കേണ്ടി പണ്ട് ഭയാനക ശിക്ഷയായിട്ടിരിക്കും. അതുകൊണ്ട് പള്ളി ചെല്ലത് ആ പള്ളിയും ആ പള്ളിയുടെ സിബ്ബന്തിമാറും ആ പള്ളിയിൽ വേണ്ട മുഅ്മിനീങ്ങളും വലിയ ഗൗരവമുണ്ട്. പള്ളിക്ക് എത്ര ഗൗരവമുണ്ട് അങ്കും അത് ഗൗരവമുണ്ട്. അങ്ങനെല്ലാം വിവാഹത്ത് വേണ്ടല്ലേ, അങ്ങനത്തെ ലടയാക്കടെ, അങ്ങനത്തെ പറയടെ, അങ്ങനത്തെ ദുടുക്കടെ, അതിലെല്ലാം ഫല ഖബറിൽ അനുഭവിക്കേണ്ടി പണ്ട്. ഞങ്ങൾ പള്ളിക്ക് വേണ്ടത് നല്ലാവുകയായിട്ട് പള്ളിക്ക് അതിൻ്റെതായ ഞങ്ങൾ ഗൗരവം ഞങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് തിരിച്ചടിക്ക ഖബറിൽ അള്ളാഹു നമുക്ക് തണ്ടാച്ചല്ലേ ഒരു ബോധം നമുക്ക് എപ്പോഴും വേണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളിലുണ്ടായതായ എല്ലാ അശാത്തുര്യങ്ങൾ അള്ളാഹു നമുക്ക് മാഫാക്കി തരട്ടെ. ഞങ്ങളെല്ലാ കാര്യത്തും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആമീൻ. ബിഫദ്ലി സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു